ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ CSEET-യുടെ എൻട്രൻസ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇക്കഴിഞ്ഞ ജനുവരി 20ന് വന്നായിരുന്നു. അപ്പോൾ 80.5% നമുക്ക് എന്തുണ്ടായിരുന്നു, പാസ് പെർസെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പാസ്സായ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അപ്പോൾ ഇനി എന്താണ് നമ്മുടെ CS-ൻ്റെ ഏറ്റവും സ്ട്രഗിൾ പീരീഡ് നമ്മൾ പറയുന്ന എക്സിക്യൂട്ടീവ്. നമ്മൾ പ്രൊഫഷണൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ CS-നെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മളെവിടെയാണ്, എക്സിക്യൂട്ടീവിലാണ്. അപ്പോൾ ഈ എക്സിക്യൂട്ടീവിൽ നമ്മൾ കുറേ ചാലഞ്ചസ് നമ്മൾ മുന്നോട്ട് വരും അല്ലേ. അപ്പോൾ അത് എൻ്റെ അനുഭവത്തിൽ ഞാനിപ്പം CS പ്രൊഫഷണലിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതിയിട്ട് നിൽക്കുകയാണ്. കൂടെ തന്നെ ട്രെയിനിങ്ങും നടന്നു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ പ്രൊഫഷണലിൽ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്ത ടൈമിൽ എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ച് ഈസിയാണ്, കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പക്ഷേ എക്സിക്യൂട്ടീവ് നമുക്കിത്തിരി പിടിച്ചിരുത്തും നമ്മളെ. അപ്പോൾ അതുമായിട്ട് നിങ്ങൾ ഇനിയും സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന, ഞാനീ ചെയ്ത ഞാൻ എൻ്റെ പാസ്റ്റിൽ ഏത് വഴിയിലാണ് കടന്നു വന്നത്, അതുപോലെ നിങ്ങളും ചിലപ്പോൾ ചിലരൊക്കെ കടന്നു പോകേണ്ടി വരുമായിരിക്കാം. അപ്പോൾ അതിനകത്ത് കുറച്ച് ചലഞ്ചസ് ഞാൻ പറയുന്നത്. അപ്പം ആദ്യമായിട്ട് നിങ്ങളിപ്പം എൻട്രൻസ് പാസ്സായി. ഇനിയിപ്പം നിങ്ങൾ പഠിക്കാൻ പോകുന്ന ടൈമിൽ പലരും നെയ്ബേഴ്സ് കാണും, റിലേറ്റീവ്സ് കാണും, അതുപോലെ തന്നെ ഫ്രണ്ട്സ് കാണും, കുറേ പേര് കാണും. ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് കാണും. എല്ലാവരും ചോദിക്കും, എന്താ ഇപ്പോൾ പഠിക്കുന്നത്? അപ്പം CS ആണെന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആണോ എന്നൊരു ചോദ്യം വരും. അപ്പം എന്നിട്ട് ചോദിക്കും, എത്രാമത്തെ സെമ്മാ? അങ്ങനെ പല ചോദ്യങ്ങളും എനിക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ പല പല കാര്യങ്ങളും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നത് വേറെ എന്തോ കോഴ്സാ. എന്ന് വെച്ചാൽ ഞാൻ ഈ സെം എന്ന് പറയാൻ കാരണം അതാണ്. അവർ വിചാരിക്കുന്നത് എത്ര സെമ്മാ എന്ന് വെച്ചാൽ നമ്മളിതാണ്ട് ഡിഗ്രി പഠിക്കുന്ന പോലെയാണ് അവർ ഇതിനെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആണോ എന്നുള്ളത്. ചിലരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സിവിൽ സർവീസ് ആണെന്ന് പോലും ചിലരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചിലർക്കൊരു മാനസികമായിട്ട് ചിലർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം CA അറിയാം, CMA അറിയാം, എന്തുകൊണ്ട് CS അറിഞ്ഞൂടാ എന്നൊരു ചോദ്യം വരും. അപ്പോൾ അവരുടെ അടുത്ത് പറയുക, ഇത് കമ്പ്യൂട്ടർ സയൻസ് ഒന്നും അല്ല, ഇത് കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞ് പാർലമെന്റ് അംഗീകരിച്ച ഒരു കോഴ്സാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ആണ് നടത്തുന്നത് എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കുക. ഓക്കെ, അത് നിങ്ങൾ ഫസ്റ്റ് ഫേസ് ചെയ്യാൻ പോകുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ ആരും ഇപ്പം +2 കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാകും. അവർ എൻട്രൻസ് ഒക്കെ എഴുതി വരുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ അവർ വിചാരിക്കും, അയ്യോ ഇത് ഇങ്ങനെയാണോ മാർക്കറ്റിൽ? അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. കാരണം മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾക്ക് ചെവി കൊടുക്കരുത്. എന്നുവെച്ചാൽ ഇതുപോലത്തുള്ള നെഗറ്റീവ് റൂമേഴ്സിന് ഒന്നും ചെവി കൊടുക്കരുത്. അവരിങ്ങനെ പറയും, അത് ഈ ചെവി കൊടുക്കണ്ട്, ഈ ചെവി കൂടെ അങ്ങ് കളയുക. ഓക്കെ, പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് വരുന്ന ഒരു എനിക്ക് അനുഭവപ്പെട്ടുള്ള, നമ്മളിപ്പം എൻട്രൻസ് പാസ്സായി അങ്ങോട്ട് കഴിയുമ്പം എക്സിക്യൂട്ടീവ് ആണെന്ന് പറയും. അത് എന്തിനു പഠിക്കുക? അത് ഞാൻ CS എക്സിക്യൂട്ടീവിന് പഠിക്കുക. എക്സിക്യൂട്ടീവ് അവർക്ക് CS-നെ കുറിച്ച് അറിയാം, പക്ഷെ CS-ന്റെ ഈ സ്റ്റേജസ് അറിയത്തില്ലായിരിക്കും. എന്നിട്ട് ഒരു എക്സിക്യൂട്ടീവോ, അതെന്ത് നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ഒക്കെ ഉണ്ടോ ഇങ്ങനെ ചോദിക്കും. നിങ്ങൾക്ക് എത്ര നാളായി പ്രോഗ്രാം എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്കല്ലേ അറിയത്തുള്ളൂ ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും എഴുതാം, ഇതിന് ഇന്ന പോലെ ഇന്ന ഒരു വർഷം എന്നൊന്നും ഇല്ലെന്ന്. നമുക്കിങ്ങനെ ചിലർ പറഞ്ഞു തരും, +2 കഴിഞ്ഞാൽ ഇത്ര നാള്, ഡിഗ്രി കഴിഞ്ഞ് ഇത്ര നാളെന്നൊക്കെ പറയും. പക്ഷെ നമുക്കറിയാം ഇതിനകത്ത് കയറി എത്ര നാള് എടുക്കും എന്നുള്ളത്. അപ്പം അത് ഡിപ്പെൻസ് ആണ്, ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരടുത്തും എനിക്കും ഈ ചോദ്യം വന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അത് നമ്മൾ സ്വയമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, CAക്കും CMAക്കും ഇന്റർ ആണ്, ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ആണ്. അങ്ങനെ നമ്മുടെ വായിൽ നിന്ന് വീണു പോകും, എൻ്റെയും വായിൽ നിന്ന് വീണു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ അത് മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ പറയുക, CS-നകത്ത് 3 സ്റ്റേജാണ് ഉള്ളത്. ഫസ്റ്റിൽ ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് പാസ്സാകണം. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു EDP പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്രൊഫഷണൽ ഉണ്ട്. പ്രൊഫഷൻ്റെ കൂടെ തന്നെയോ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, 21 മാസത്തെ ട്രെയിനിങ് ചെയ്യാം. അത് കഴിയുമ്പോൾ ഞങ്ങൾ കമ്പനി സെക്രട്ടറി ആകും. കമ്പനിയുടെ കീ മാനേജർ പേഴ്സൺ, ബോർഡ് കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള പൊസിഷൻ ഞങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ പറയുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ നിങ്ങൾ ഇനി അടുത്ത ഒരു വരുന്നത്, എല്ലായിടത്തുനിന്നും വരും കേട്ടോ.
ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നെയ്ബേഴ്സ് ആയിക്കോട്ടെ, ഇപ്പം നമ്മളെ അറിയാത്തവർ പോലും ആയിക്കോട്ടെ, നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. കുറേ അറ്റംപ്റ്റ് നമ്മളെടുക്കും. ഇപ്പോൾ ഇപ്പം നിങ്ങളിപ്പം എൻട്രൻസ് പാസ്സായവർ പോകുന്നു. ചിലരൊക്കെ ഫസ്റ്റ് ചാൻസിൽ പാസ്സാകും, നന്നായിരിക്കട്ടെ. പക്ഷേ ചിലർ കാണും കുറേ പഠിച്ചിട്ടും പാസ്സാകാത്തവർ. അവർക്കപ്പോൾ ഒരു വിഷമം കാണും. അപ്പോൾ 1-2 അറ്റംപ്റ്റ് എടുക്കുമ്പം കുറേ പേര് ചോദിക്കും, ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. ഞാനും കേട്ടുള്ളയാ. വല്ല കാര്യം, നിനക്കിത് പറ്റത്തില്ലായിരുന്നു, അത് നീ എന്തിനാ ഇതെടുത്തത്, നീ വേറെ വല്ല കോഴ്സിന് പോകും, നീ കണ്ടില്ലേ അണ്ട് നിന്റെ കൂട്ടുകാരൻ PSC എഴുതി പാസ്സായി, മറ്റേ ബാങ്ക് കോച്ചിങ്ങിന് പോയി പാസ്സായി, അപ്പം അവരിപ്പോൾ ഒരു നല്ല ജോലിയായി, കുടുംബമായി എന്നൊക്കെ പറയും. അപ്പം നമ്മളതിലൊന്നും തളരരുത്. കാരണം നമ്മൾ പഠിക്കുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. നമ്മുടെ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം, അല്ലേ? ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എന്തുകൊണ്ട് ഈ കോഴ്സ് എടുത്തെന്ന് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ BCom വെച്ച് ഒരു ഓഡിറ്റ് അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ടൊരു കാര്യമില്ല. എനിക്കൊരു ഒരു ഡെസിഗ്നേഷൻ വേണം. അല്ലെങ്കിൽ നാളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ വാക്കിനൊരു വില വേണം. അതാണ്, നമ്മുടെ വാക്കിന് നാളെ വില വരും. നിങ്ങൾ എക്സിക്യൂട്ടീവ് പാസ്സായി കഴിയുമ്പോൾ തന്നെ അതൊരു വില വരും. നിങ്ങളൊരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് നല്ല വില കിട്ടും. നിങ്ങളിപ്പം എൻട്രൻസ് പാസ്സായി എന്ന് പറയുന്നതും അത് കഴിഞ്ഞ് നിങ്ങൾ എക്സിക്യൂട്ടീവ് പാസ്സായി എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എക്സിക്യൂട്ടീവ് അങ്ങോട്ട് കഴിഞ്ഞിട്ട്, ഇപ്പം ചിലരുണ്ട് എൻട്രൻസ് കഴിഞ്ഞ് ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒന്ന് ഒരു ഫേമിലോ വല്ല ഒന്ന് നിന്ന് വർക്ക് ചെയ്തുകൊണ്ട് എക്സിക്യൂട്ടീവ് എഴുതിയെടുക്കാൻ നിൽക്കുന്നവരുണ്ട്. അപ്പം നമ്മുടെ PCSകാർ നമ്മളെ ആ എക്സിക്യൂട്ടീവ് പാസ്സാവാതെ നമ്മളെ കാണുന്നൊരു കണ്ണുണ്ട്, അതും. പക്ഷെ അത് പാസ്സായി കഴിഞ്ഞതിന് ശേഷം നമ്മളെ കാണുന്നൊരു കണ്ണുണ്ട്, രണ്ടും ഡിഫറെൻ്റാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് പാസ്സായി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു വില നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ EDPക്ക് പോകുന്നു, അവിടെ നല്ല കുറേ ഫ്രണ്ട്സിനെ കിട്ടും. ഇപ്പം എൻ്റെ ഒരു EDPയിൽ ഞാൻ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള, അതിനകത്ത് കാസർഗോഡ് ഇല്ലായിരുന്നു, ബാക്കിയുള്ള 13 ജില്ലയിലെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 55 ഓളം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല കൂട്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ നമുക്ക് അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടും. ഓക്കെ, അപ്പം അതൊക്കെ നമുക്ക് ഇതുള്ളതാണ്. അതല്ലാതെ ഇപ്പം ഒരു ഇപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക്, അപ്പം അതുകൊണ്ട് നിങ്ങളൊരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഇത്രയും ടൈം എടുത്തു. അപ്പം മറ്റുള്ളവർ പറയും, ഇത്രയൊക്കെ ആയില്ലേ, നിനക്കിത് വിട്ടുകൂടെ, 5 അറ്റംപ്റ്റ് ഒക്കെ ആയില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഒരു കാരണവശാലും ക്വിറ്റ് ചെയ്ത് പോകല്ല്. അതിനൊരു ഉദാഹരണമാണ് ഞാൻ 5 അറ്റംപ്റ്റ് എടുത്തു എക്സിക്യൂട്ടീവ് പാസ്സാവാൻ. അതിനകത്ത് 4ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ പാസ്സായെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഈ എല്ലാം സ്ട്രഗ്ലിംഗ്, പക്ഷെ അത് 4ാമത്തെ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. തിരുവനന്തപുരത്തായിരുന്നു ഓഫീസ്, ഞാൻ ഓൾറെഡി കൊല്ലത്ത് കരുനാഗപ്പള്ളിയുള്ള വീട്. രാവിലെ 7:30 ട്രെയിനിൽ പോകണം, അവിടെ 9:30 ആകുമ്പോൾ എത്തും. അപ്പോൾ ആ 2.5 മണിക്കൂറാണ് എനിക്ക് എന്ത് കിട്ടുന്നത്, ടൈം കിട്ടുന്നത് പഠിക്കാൻ. അതുപോലെ ഓഫീസിൽ ചെന്നിരുന്ന ഓഫീസിലെ വർക്കും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് 5 മണിയാകുമ്പോൾ ഇറങ്ങി 5:30 ട്രെയിനിൽ കയറി വീട്ടിൽ വരുമ്പോൾ 8 മണിയാവും. അപ്പോൾ അതിനിടയ്ക്കുള്ള ടൈമിലാണ് പിന്നെയും ടെക്സ്റ്റ് തുറന്ന് പഠിക്കുന്നത്. പിന്നെ ആ 4ാമത്തെ അറ്റംപ്റ്റ് വളരെ എനിക്ക് സ്പെഷ്യൽ ആവുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് എക്സാം, നാളെ ഞാൻ ഓഫീസിൽ പോകും, മറ്റന്നാൾ എക്സാം, അത് കഴിഞ്ഞ് ഓഫീസിൽ പോകും. അങ്ങനെ ഇത്രയും ദൂരം ഞാൻ എക്സാമും അടുത്ത ദിവസം ജോലിക്കും പോകും. കാരണം സ്റ്റാഫ് കുറവായിരുന്നു, ലീവ് കിട്ടിയില്ല, അങ്ങനെ പോയതാണ്. പക്ഷെ ഞാൻ പാസ്സായി. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്കും പാസ്സാവാൻ പറ്റത്തില്ലേ? പറ്റും. ഞാനും വളരെ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, ചിലപ്പം ആവറേജ് താഴെയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എന്താ പറയുക, BComനൊന്നും 55 പോലും തികച്ചില്ല, 53% ഒക്കെ ഉള്ളായിരുന്നു എനിക്ക്. അപ്പോൾ അതുപോലെ തന്നെ +2നും 73 ആ ഒരു ലെവൽ. അപ്പം നമ്മൾ എന്താ പറയുക, അതുപോലെ ഫുൾ A+ഓ അല്ലെങ്കിൽ 10-ആകപ്പാടെ 3 A+ ഒക്കെ എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഡിഗ്രിക്ക് +2 തന്നെ C+ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും ഒരു കാര്യമല്ല. ഇതിനകത്ത് വരുമ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. അപ്പം മറ്റുള്ളവർ പറയുന്നത് ഈ വക നെഗറ്റീവ്സ് എടുക്കാറില്ല. എത്ര അറ്റംപ്റ്റ് ആയാലും ശരി തന്നെ, ഒരു 1-2 അറ്റംപ്റ്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്കിത് പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത്. പക്ഷെ ഒരു കാരണമുണ്ട്, ക്വിറ്റ് ചെയ്യരുത്. നമ്മൾ ഒന്ന് ഇറങ്ങി തിരിച്ച്. ഇപ്പം നമ്മുടെ കൂടെ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരും, ഞാൻ കേട്ടിട്ടുള്ള, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിനക്ക്
PSC എടുത്തുകൂടായിരുന്നോ? ഇപ്പൊ എപ്പോഴേ ജോലി ആയേനെ? അതുപോലെ എനിക്ക് ബാങ്ക് കോച്ചിങ്ങിന് പോയാൽ പോരായിരുന്നോ? എപ്പോഴേ ജോലി ആയേനെ? അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം, എനിക്കത് താല്പര്യമില്ല. എനിക്കിതാണ് താല്പര്യം. നിങ്ങളും അത് തന്നെ പറയുക. ഓക്കെ. അപ്പൊ അവരുടെ ഭയം അടഞ്ഞോളും. അതിന് നിങ്ങൾ വിഷമിക്കണ്ട. അതിനുള്ള ഉദാഹരണം ഞാൻ തന്നു. അവര് പൊക്കോട്ടെ. അത് അവരുടെ ഇഷ്ടമല്ലേ. ഇറ്റ് ഡിപ്പെൻഡ്സ്. ഇത് എന്റെ ഇഷ്ടമാണ്. ഇത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ അതിനകത്ത് ഇടപെടണ്ട. അതവിടെ തീർന്നു. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പലരും വരും. നമ്മുടെ ഫ്രണ്ട്സിൽ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ CS വന്നപ്പം ഈ BCom പാസ്സായിട്ട് ഇനി ഒരു കോഴ്സ് നോക്കുന്നെന്ന് പറഞ്ഞപ്പം ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു. ഇപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. നിനക്കൊക്കെ അഹങ്കാരമാണ്. ഞാൻ വല്ലതുമായിരുന്നെങ്കിൽ ഇപ്പൊ ആ BCom കൊണ്ട് ജോലിക്ക് പോയേനെ. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ തലയാട്ടി. പക്ഷെ അതിനുശേഷം ഞാനാണെങ്കിൽ ഇപ്പൊ ഇത് പഠിച്ച് എക്സിക്യൂട്ടീവും പാസ്സായി. ഇപ്പൊ പ്രൊഫഷണലിന്റെ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതിയിട്ട് നിൽക്കുന്നു. ട്രെയിനിങ് കഴിയുന്നു. ഇനിയിപ്പം പ്രൊഫഷണലും പാസ്സാകും. അതിനുശേഷം നമ്മൾ കമ്പനി സെക്രട്ടറി ആകും എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം. നമ്മൾ പാസ്സാകും എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെ പോവുക. ഓക്കെ. പിന്നെ മാരേജ്. അത് ബോയ് ആയിക്കോട്ടെ ഗേൾ ആയിക്കോട്ടെ, നിങ്ങൾ ഏറ്റവും ഒരു ഇതായിട്ട് നമുക്ക് വരുന്നൊരു പ്രശ്നമാണ് മാരേജിന്റെ കാര്യം വരുമ്പോൾ. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുക്കാം. ഈ പ്രപ്പോസൽസ് വരുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു CS ആണ്, CS പഠിക്കുന്നതൊക്കെ പറയുമ്പോൾ ഓക്കെ അറിയായിരിക്കും അതിന്റെ ട്രെയിനിങ് ആണ് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നു, ഓ ട്രെയിനി ആണല്ലേ. സത്യം ഇതെൻ്റെ അടുത്ത് ഈ അടുത്തിടയ്ക്ക് ഞാൻ കേട്ട ഒരു കാര്യമാണ്. ഓ ട്രെയിനി ആണല്ലേ എന്നുള്ളൊരു അഭിപ്രായം വരും. അതുപോലെ ചിലരുണ്ട്, ഈ അടുത്തിടയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് CS ആണ്. പുള്ളിക്കാരൻ അത് അറിയാവൂലെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പുള്ളിക്കാരൻ പക്ഷെ അത് അറിയുന്നവരൊക്കെ സംസാരിച്ച്. അപ്പം എൻ്റെ അടുത്ത് ഞാൻ കോൾ എടുത്ത് ഞാൻ സംസാരിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പം അത് CS സ്കോപ്പ് ഒക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞ CS CMA കേട്ടിട്ടുണ്ടോ എന്ന് പറയേണ്ട വന്നു. CS CMA കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഉണ്ട് അതിനകത്ത് CS ആണിതെന്ന് പറഞ്ഞു. ഓ അതാണോ? ഓക്കെ. അല്ല ഇപ്പൊ ട്രെയിനിങ്, ഞാൻ പറഞ്ഞ ട്രെയിനിങ് ആണ്. ഇത് കഴിഞ്ഞ് അപ്പൊ അയാൾ ഒരുത്തവനെ ചോദിക്കുക, അതിൻ്റെ ഇത് കഴിഞ്ഞ് ജോലി കിട്ടുമോ? സ്കോപ്പ് ഒക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞ് ചേട്ടാ അത് ഇത്രയും വലിയ പ്രൊഫഷണൽ കോഴ്സ് അല്ലേ. അപ്പൊ അതെന്തായാലും പാസ്സായി കഴിഞ്ഞാൽ അതിന് സ്കോപ്പ് ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഇത് ഇങ്ങനെ പാസ്സാക്കി എടുത്തിരിക്കുന്നത്. ഓ ഓക്കെ. അത് ആ വഴിക്ക് അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഇതുപോലത്തുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കും വരും. അപ്പം ഒരു കാര്യം ഞാൻ പറയാൻ വന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സ് അതല്ലെങ്കിൽ നിങ്ങളെക്കാട്ടിയും ഇപ്പം അയലത്ത് അല്ലെങ്കിൽ കൂടെ പഠിച്ചത് അല്ലെങ്കിൽ കൂടെ പഠിച്ചതിന്റെ എന്താ പറയാ ജൂനിയേഴ്സ് കാണും. അവരൊക്കെ കെട്ടി കൊച്ചുങ്ങളായി സെറ്റിൽഡ് ആയി എന്ന് പറയും. ഇപ്പൊ വീട്ടുകാർ നമ്മുടെ അടുത്ത് പറയും, അവരൊക്കെ കണ്ടില്ലേ കെട്ടി കൊച്ചുങ്ങളായി, നീ ഇങ്ങനെ ഇരുന്നോ പഠിച്ചോ എന്നൊക്കെ പറയും. അതൊന്നും കാര്യമാക്കരുത്. ഇപ്പം പറയണ്ട അവരെന്തെങ്കിലും ചേട്ടൻ എനിക്കെന്താ വേണം, എനിക്കുള്ളത് എവിടെയോ വെച്ചിട്ടുണ്ട്. നമുക്കുള്ളത് എപ്പോഴായാലും നമ്മളെ തേടി വരും. അപ്പൊ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ വന്നാൽ മതി. ഓക്കെ. അത് എപ്പോഴും മനസ്സിൽ വെക്കുക. അതല്ലാതെ നമ്മുടെ ഫ്രണ്ട്സ് പാസ്സായി വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പാസ്സായി ഒരു ജോലി നേടി അവർ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടുകാരോ റിലേറ്റീവ്സോ നെയ്ബേഴ്സോ നമ്മളെ പ്രഷർ ചെയ്യുകയാണ്. അത് പെൺപിള്ളേരായിക്കോട്ടെ ആൺപിള്ളേരായിക്കോട്ടെ, എന്നാൽ കല്യാണം കഴിക്കണം സെറ്റിൽ ആവണം എന്നൊക്കെ പറയുവാണെങ്കിൽ ഇങ്ങനെ പ്രഷർ ഇങ്ങനെ ചെലുത്തുന്നുണ്ടെങ്കിൽ പറയുക, എൻ്റെ കോഴ്സ് ഇങ്ങനെയാണ്. അപ്പൊ ഇത് അറിഞ്ഞു വരുന്ന ഒരാൾ മതി. അങ്ങനെ വരുന്നവരും അതല്ലാതെ അറിയാത്തവരും തമ്മിൽ നല്ല വ്യത്യാസം കാണും. ഓക്കെ. അപ്പൊ അത് അറിഞ്ഞു വരുമ്പം നമുക്ക് ഹാപ്പി ആയിരിക്കും. അപ്പോൾ അത് ഞാൻ പറയുകയാണ്, അത് നിങ്ങൾക്ക് വരും. അത് ഞാനിപ്പം നേരിടുന്ന ഒരു പ്രശ്നമാണ്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ആൾക്കാർ നമ്മളെ ഓ ട്രെയിനിങ് ആണ് അല്ലേ എന്നൊക്കെ പറയും. ഓനെ CS ആന്ന് പറയുമ്പോഴും ചിലർ ചോദിക്കും CS അതെന്താ, അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പൊ ഈ വക കാര്യങ്ങളൊന്നും നിങ്ങൾ എടുക്കുകയേ ചെയ്യരുത്. ഓക്കെ. അപ്പം ഇതാണ് മെയിനായിട്ട് 4 കേസ് വരുന്ന ഇതാണ്. ഒന്ന് ഈ കമ്പ്യൂട്ടർ സയൻസ് ആണോ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഈ എക്സിക്യൂട്ടീവിന്റെ ഞാൻ പറഞ്ഞ കേസ്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മാരേജ്, അതുപോലെ തന്നെ കുറെ അറ്റംപ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകുന്നത്, കുറച്ച് പേര് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, അതൊന്നും കാര്യമാക്കണ്ട. അതൊന്നും കാര്യമാക്കാതെ നമ്മൾ മുമ്പോട്ട് പോവുക. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എക്സിക്യൂട്ടീവ് പാസ്സായി കിട്ടുമ്പോൾ ഒരു സംഭവമുണ്ട്, ഒരു ഫീല് വരും. ഞാൻ പറഞ്ഞ 4th അറ്റംപ്റ്റ് അതെങ്ങനെയാ പാസ്സായെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പം ആ ടൈമിൽ ഞാനിത് റിസൾട്ട് വരുന്ന സമയത്ത്
അച്ഛൻ ഇങ്ങനെ കിടക്കുന്നു. ഞാൻ അവിടെ നിന്ന് ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കുന്നു. അപ്പോൾ ഒരു 2 മണി റിസൾട്ട് വരും. പക്ഷെ ഞാൻ നോക്കിയില്ല. കാരണം തലേന്ന് രാത്രി ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല ഈ റിസൾട്ട് കാരണം. അപ്പോൾ ഞാനിത് ജയിക്കുമോ ഇങ്ങനെ ആലോചിച്ചിരുന്നു. അങ്ങ് റിസൾട്ട് വന്നു. 2:30 ആയി. 2:45 ആയി. ഒരു 3 മണിയായപ്പോൾ ഞാൻ എന്തേലും ആവട്ടെ എന്ന് കാരണം പ്രഷർ എടുത്തു. എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നത്. ഇങ്ങനെ നോക്കി നമുക്കെന്താ പറയേണ്ടത്? താഴത്തെ പിയോ എഫോ കണ്ടാ മതി. പി ആയിരിക്കണേ. നോക്കിയപ്പോൾ പി. അടിപൊളി. അപ്പോൾ ഞാൻ നോക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് അപ്പ കിടന്ന് ഉറങ്ങുവാ പാവം മനുഷ്യൻ. പിന്നെ ഞാൻ പാസ്സായി എന്ന് പറഞ്ഞ് ഇതാക്കിയിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് തട്ടിയത്. അപ്പ അങ്ങ് ഞെട്ടി എണീറ്റ്. ഇതെന്തുവാ ഇത്? ഞാൻ പറഞ്ഞു അപ്പ ഞാൻ പാസ്സായി എന്ന് പറഞ്ഞു. അപ്പ ഇങ്ങനെ കൈയടിച്ചു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ കൈയടിയൊക്കെ ഇങ്ങനെ അടിച്ചു. അപ്പ ഇങ്ങനെ സന്തോഷമായി. നേരെ ചെന്നു അമ്മയെടുത്ത് പറഞ്ഞു. അമ്മ കെട്ടിപ്പിടിച്ചു. അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഒരു തൂണുണ്ട് അവിടെ. ആ തൂണിൽ സത്യം പറഞ്ഞാൽ ഇന്നങ്ങ് കരഞ്ഞു. നല്ലപോലെ കരഞ്ഞു. അമ്മ നല്ലപോലെ കണ്ടുകൊണ്ടിരിക്കുന്നു. അമ്മ അപ്പോൾ ചോദിച്ച കാര്യം, എന്തിനാടാ നീ കരയുന്നത്? നീ പാസ്സായില്ലേ എന്ന് പറഞ്ഞു. കാരണം ഞാനെടുത്ത ആ സ്ട്രഗിൾ അത്രത്തോളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം. ഞാൻ ആ സ്ട്രഗിളിനുള്ളത് നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടും. നമ്മുടെ ഹാർഡ് വർക്കിനെ ദൈവം തിരിച്ച് നമുക്കത് തരും. അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അന്ന് അത് അത്രത്തോളം കരഞ്ഞിട്ടുണ്ട് ഞാന്. കാരണം ഞാൻ ഈ കോഴ്സ് ഇഷ്ടപ്പെട്ട് വന്നതാ. അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് വരണം. ഈ കോഴ്സിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഫുൾ തിയറി, ഫുൾ ലോ, പല വേർഡ്സ് നമ്മൾ പുതിയതായിരിക്കാം. അപ്പം സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സ്റ്റഡി മെറ്റീരിയൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പലവരും ചില കൊച്ചു നോട്ട്സ് ഒക്കെ തരും. അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യല്ലേ. നിങ്ങൾ എപ്പോഴും സ്റ്റഡി മെറ്റീരിയൽ വായിച്ചുകൊണ്ടേയിരിക്കുക. കുറേ തവണ റിവൈസ് ചെയ്യുക. നമ്മളിൽ തന്നെ ഉണ്ടാകും ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മളിൽ തന്നെ ഒരു ഉറപ്പ് വരുത്തുക. ഓക്കെ, അങ്ങനെ പോയാലേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ പ്രസന്റേഷൻ സ്കില്ല്. എനിക്ക് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം ഞാൻ ആദ്യത്തെ തവണയൊക്കെ ഫെയിൽ ആയത് പ്രസന്റേഷൻ. നിങ്ങൾക്കിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് സജസ്റ്റ് ആൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് ഒരു 1 വീക്ക് മുന്നേ എന്ത് ചെയ്യുക? സജസ്റ്റ് ആൻസർ എടുത്ത് നോക്കുക. ഓരോ ക്വസ്റ്റ്യനും അവർ കൊടുത്തേക്കുന്ന ആൻസർ എങ്ങനെയാണെന്നൊന്ന് വിലയിരുത്തുക. അപ്പം നമുക്കറിയാം ഇന്നതുപോലെ എഴുതണം. ഇപ്പോൾ നമ്മൾ ഡിഗ്രിക്കാണെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന ഡയറക്റ്റ് അങ്ങ് എഴുതും. ഒരു കാരണവശാലും ഇവിടെ അത് ചെയ്യില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ചോദിക്കുന്ന പോയിന്റിന് ഉത്തരം എഴുതുക. അതുപോലെ തന്നെ അഡ്വൈസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതായിട്ട് തന്നെ എഴുതുക. അത് നമുക്ക് ആ സജസ്റ്റ് ആൻസറിൽ കാണും. നമ്മൾ പഴയ എക്സാം പേപ്പർ എടുക്കുമ്പോൾ അതിനകത്ത് അഡ്വൈസ് ചെയ്യുന്നതായിട്ട് അവരെഴുതിയത് എങ്ങനെയാണെന്ന് കാണും. അതുപോലെ തന്നെ എഴുതുക. അതല്ലാതെ ഡയറക്റ്റ് എഴുതി വെക്കരുത്. ഓക്കെ, പിന്നെ സെക്ഷൻസ് നോട്ട് ചെയ്യുക. കമ്പനി സെക്രട്ടറി എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് ഒരുപാട് സെക്ഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ ആ സെക്ഷൻസ് എല്ലാം നോട്ട് ചെയ്യുക. ഫുള്ള് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റത്തില്ല, എങ്കിലും ഏറെക്കുറെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. എന്നിട്ട് എഴുതുമ്പം നമ്മൾ എക്സാം ഹാളിൽ നിന്ന് പരീക്ഷ എഴുതുമ്പം അണ്ടർലൈൻ ഇടുക. അതിൻ്റെ സെക്ഷൻസിന് അണ്ടർലൈൻ ഇട്ട് ഉറപ്പായിട്ട് മാർക്ക് കിട്ടും കേട്ടോ. അതുപോലെ അതിനനുസരിച്ചുള്ള കൺസെപ്റ്റ് ആയിരിക്കണം. സെക്ഷൻ ഒന്ന് വേറെ ഒരു കൺസെപ്റ്റ് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടത്തില്ല. കറക്റ്റ് സെക്ഷനും കറക്റ്റ് കൺസെപ്റ്റും ആണെങ്കിൽ മാർക്ക് തരും. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ എൻ്റെ കൂടെ തന്നെ പറയാൻ വേണമെങ്കിൽ ഞാനാണെങ്കിൽ ഓൾറെഡി ഒരു കമ്പനിയിലൂടെ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ ക്ലാസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക്. യാതൊരു മടിയും അതിനെ വിചാരിക്കേണ്ട. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഡൗട്ടുകൾ വരും. എൻട്രൻസ് പാസ്സായവർക്കൊക്കെ കുറേ ഡൗട്ട് കാണും, എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ. എന്തൊക്കെ ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ അത് പരമാവധി ഞാൻ ആ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത് തരാൻ തന്നെ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ പാസ്സായി വരട്ടെ. പിന്നെ ജനുവരി 31 ആണ്, ഈ വരുന്ന ജനുവരി 31 ആണ് എൻട്രൻസ് പാസ്സായവർക്ക് നമ്മുടെ ജൂൺ 2026 ഒരു മൊഡ്യൂളെങ്കിലും എഴുതാനുള്ള അവസരം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ജനുവരി 31 മുന്നേ രജിസ്റ്റർ ചെയ്താലേ ഈ വരുന്ന ജൂണിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ കയറി വാ, നമുക്ക് എക്സിക്യൂട്ടീവിൽ കിടന്ന് കുറച്ചൊന്ന് വരവിയിട്ട് നമുക്ക് EDP ഒക്കെ പഠിച്ച് പ്രൊഫഷണലോട്ടൊക്കെ ഒന്ന് കയറി ട്രെയിനിങ് ഒക്കെ ആയിട്ട് ഒന്ന് നോക്കാം. നല്ല സ്കോപ്പുണ്ട്. നമുക്ക് ആരടുത്തും പറഞ്ഞിരിക്കാം, നല്ല സ്കോപ്പുള്ളൊരു കോഴ്സ് തന്നെയാണ് നമ്മുടെ. അത് പ്രാക്ടീസ് സൈഡിൽ വളരെ സ്കോപ്പ് നമുക്കുണ്ട്. അതെനിക്ക് മനസ്സിലായത് എക്സിക്യൂട്ടീവ് മനസ്സിലായില്ല. പക്ഷെ ഞാൻ പ്രൊഫഷണൽ പഠിച്ചപ്പോൾ ESGയും അതുപോലെ തന്നെ കംപ്ലയിൻസ് ആൻഡ് ഓഡിറ്റ് ആൻഡ് ഡ്യൂ ഡിലിജൻസ് എന്ന പേപ്പറുണ്ട്.
അത് പഠിച്ചപ്പോൾ എനിക്ക് നല്ലപോലെ മനസ്സിലായി നമ്മുടെ പ്രാക്ടീസിങ് സ്കോപ്പ് എന്ന് പറയുന്നത്. നല്ല വൈഡ്. ഇപ്പം നമുക്ക് ഇത്രയും സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് എന്തായിരിക്കും? അത് മാത്രം ഓർക്കുക. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.